ഹലോ നമസ്കാരം, ഞാൻ രാകേഷ് ബാബു ആണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ മറ്റൊന്നുമല്ല, വണ്ടി കണ്ടാൽ തന്നെ അറിയാം, മിനി കൂപ്പറിന്റെ പരിപാടിയാണ്. അപ്പോൾ ദേ ഇപ്പോൾ ഇവിടം വരെയൊക്കെ ആയിട്ടുണ്ട്. വണ്ടിക്ക് അകത്തിരുന്ന് വീഡിയോ ചെയ്യാവുന്ന കണ്ടീഷനിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് ഇപ്പോൾ അതിൻ്റെ സീറ്റ് ഏകദേശം ചുമ്മാ ലെവൽ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. സീറ്റ് വെച്ചു, പിന്നെ അതുപോലെ തന്നെ വണ്ടിൻ്റെ എന്താ പറയുക, ബാക്കിൽ ഷോക്ക് അബ്സോർവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഫ്രണ്ട് യൂണിറ്റ് സെറ്റ് ചെയ്തു, പിന്നെ സ്റ്റിയറിംഗ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോണത്. പിന്നെ നമ്മൾ ബാക്ക് വീലിൻ്റെ ആക്സിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളത് ലേത്തിൽ കയറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയുള്ളതാണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഇപ്പോഴത്തെ കണ്ടീഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വണ്ടിയുടെ. ഓക്കെ, വണ്ടിക്ക് ഡോറൊക്കെ വെച്ചായിരുന്നു. ഡോറിൻ്റെ അത് ലോക്കൊക്കെ പിടിപ്പിച്ച് കാത്തിട്ട് തുറന്നാൽ മതി. ഓക്കെ, ഇറങ്ങട്ടെ. ഓക്കെ, ഇവിടം വരെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് വണ്ടി. വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്ത് വർക്കൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ്, ഏകദേശം കഴിഞ്ഞു. പിന്നെ ബാക്ക് വീലിൻ്റെ ആക്സിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്നും പിന്നെ എന്തൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണതെന്നൊക്കെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇതേ ഫ്രണ്ടിൽ നമ്മളൊരു സ്കേർട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ പണിതിട്ടുണ്ട്. കണ്ട, നേരത്തെ നമ്മൾ ഈ വെൽഡ് ചെയ്തിരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലുള്ള പീസ് വരെ, അതായത് ഈ ഒരു ഹൈറ്റ് മാത്രമേ നമ്മൾ പീസ് ഉണ്ടായിരുന്നുള്ളൂ. ഈ ലിപ്പും ഈ ഒരു ബെൻഡൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ. പിന്നെ ബോണറ്റിൻ്റെ അകത്ത് നമ്മൾ ലോറാമോ അപ്പറാമോ സെറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഷോക്ക് അബ്സോർവർ സെറ്റ് ചെയ്തു, സ്റ്റിയറിംഗ് ബോക്സ് സെറ്റ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വീഡിയോയിൽ ഇനി വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഓക്കെ, നമ്മളതിൻ്റെ ബാക്കിലെ ആക്സിൽ ലേറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്ക് വീലിൻ്റെ ആക്സിലാണ്. ഇതിൻ്റെ വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ കൂപ്പറിൻ്റെ ബാക്ക് ടയർ ഒക്കെ വരെ ആക്കിയിട്ടുണ്ട്. ഫ്രണ്ടിലെ യൂണിറ്റിൻ്റെ വർക്കൊക്കെ നമ്മൾ വീഡിയോയിലൂടെ ഇപ്പോൾ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ബാക്കിൽ വീലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത്. ഈ നിൽക്കണ നമ്മുടെ എക്സ്പ്ലോർ ഫാക്ടറിയിലെ ഓണറാണ് കേട്ടോ. നമ്മുടെ ഓൾ ഇന്ത്യ പോയി വന്ന ബ്ലസറാണ്. ബ്ലസൻ ചേട്ടൻ എന്തെങ്കിലും പറയണ്ട. ഓക്കെ, അപ്പോൾ ബ്ലസർ നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കട്ടെ, ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഫ്രണ്ടിലെ യൂണിറ്റിന്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഡോറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ബാക്ക് വീലിന്റെ വർക്ക് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ തൊന്നക്ക പഞ്ചായത്തിലെ ഒരു അരിഞ്ഞാൻ പെറുക്കെടുത്തിന് രാമനാറുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ആ സ്കീമാണ്. അപ്പോൾ ഇത് നമ്മൾ സിങ്ങാമിന് വേണ്ടിയിട്ട് ചെയ്തെടുത്താം. സിങ്ങാമിന്റെ പോലെ ബാക്കിൽ ചെയ്ത് വെച്ചേക്കാണ്. ഇതിനി വെക്കാനാണ്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആ ഒരു ബാക്കിലെ വീലിന്റെ ബെയറിങ് വരുന്നത്. എന്താണ് ബെയറിങ് ഇവിടെ അങ്ങനെ ഉണ്ടാകുന്നത്? ഇവിടെ ആമയുള്ള മറ്റേ പച്ച ഈ സംഭവം ഇത് താണ്ടെ ഇവിടെ ഇങ്ങനെയാണ്. ഇതിന്റെ അകത്തുകൂടിയാണ് നമ്മുടെ ആക്സിൽ വരുന്നുണ്ട്. അപ്പൊ ഈ യൂണിറ്റ് നമ്മുടെ ചേസിന്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് വെക്കും. ഇവിടെ നിന്നാണ് അങ്ങോട്ടുള്ള സംഭവങ്ങളൊക്കെ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ആക്സിലാണ് നമ്മളിപ്പോ ലേത്തി കയറ്റിയേക്കണത്. ഇതിന്റെ വർക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചാൽ ഇച്ചിരി ബെൻഡുണ്ട്. അത് കാരണം ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ അതിന്റെ കട്ട് വീഴണുള്ളൂ. ഈ സാധാ ആക്സിലായതുകൊണ്ടേ ചാട്ടമുണ്ട്. നല്ല പോളിഷ് റോഡല്ല, സാധാരണ 20 mm കമ്പിയാണ്. അപ്പം ഇനി ഇതിൽ കട്ട് ചെയ്യണം. ഈ ബെയറിംഗ് ആണ് നമ്മുടെ വീലിന് വരുന്നത്. ഈ വീൽ ബെയറിംഗ് കയറുന്ന രീതിയിൽ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്കിന്ന് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, പന്തലിട്ട് ഓക്കെ, അപ്പോൾ സിങ്ങാമിൻ്റെ പണി ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മളിത് പൈപ്പൊക്കെ കട്ട് ചെയ്ത്
തോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്ത് നമുക്കിത് ഈ ഒരു ബുഷിനെ വെച്ച് ഇങ്ങനെ വെൽഡ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബുഷും വെച്ച് വെൽഡ് ചെയ്യാനുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ ഇതിന് നടുക്ക് ഇങ്ങനെ ക്രോസ് ഒക്കെ കൊടുത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബുഷ് ഇങ്ങനെ വെച്ച് വെൽഡ് ചെയ്യാലോ. ഓക്കെ, അപ്പോൾ 2 എണ്ണം സെറ്റായി. ഇനി നമുക്കിതിലേക്ക് ബെയറിങ്ങിനെ പിടിപ്പിക്കാം. ബെയറിങ് ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ട് വന്ന ആക്സിലാണ് കേട്ടോ. സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ സെറ്റാകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ക്ലാമ്പിനെ ഇവിടെ ഇങ്ങനെ വെച്ച് വെൽഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ പറഞ്ഞാൽ ഇപ്പുറത്തും വരുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് അപ്പോൾ ഇത് രണ്ടും വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിങ്ങാമിൻ്റെ ഏകദേശം പരിപാടി തീർന്നു. പിന്നെ ഈ തമ്മിലൊരു ക്രോസ് കൊടുക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ചെയ്തേക്കാം രാവിലെ തന്നെ. ഓക്കെ, അപ്പോൾ സ്പോട്ട് ചെയ്ത് വെച്ച് അപ്പോൾ നമ്മൾ രണ്ടും ഇതുപോലെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേന്ന് ഒരു സപ്പോർട്ട് കൊടുക്കണം. അതായത് സസ്പെൻഷൻ വെക്കാൻ വേണ്ടി ചേസ് ചെയ്യുന്ന മേലോട്ടൊരു സപ്പോർട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരു പൈപ്പും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻഡിൽ ഇതുപോലൊരു കട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഉള്ളത് ഇതിങ്ങനെ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഇതിങ്ങനെ വെക്കാനായിട്ട്. അപ്പോൾ ചെറിയൊരു ചാര് പോലെ സീറ്റിന് സപ്പോർട്ടും ആവും, സസ്പെൻഷനുള്ള ഇതുമാകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 എണ്ണം കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പൈപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ വെച്ച് സ്പോട്ട് ചെയ്താൽ മതി. ഓക്കെ, എന്താ അപ്പോൾ ഇത് ചാരനുള്ള പൈപ്പായി 2 എണ്ണം നമ്മളിത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ സീറ്റ് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഷോക്ക് അബ്സോർബർ കൊടുക്കാനുള്ളൊരു സ്റ്റേയുമായി. ഓക്കെ, നമുക്ക് ഇനി ചാരം വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ സീറ്റ് സപ്പോർട്ട് ചെയ്യാനുള്ള സാധനം ആയിരിക്കണം. കണ്ട ബാക്കിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഷോക്ക് അബ്സോർബർ ഈ സ്റ്റൈലിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്താൽ ഷോക്ക് അബ്സോർബർ കൊടുക്കാനായിട്ടുള്ള സാധനമായി. ഓക്കെ, എന്നാൽ അപ്പോൾ അത് ചെയ്താലും. അപ്പോൾ ഇവിടം വരെയൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പാടാണ്, അറിയാലോ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് ഇത്രയും ഡിലേ വരുന്നത്. ഒരു ദിവസം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന വർക്ക് തീരെ കുറവാണ്. അപ്പം അത്രയും സാധനങ്ങളൊക്കെ എടുത്തിട്ടൊരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും, എനിക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇടാനായിട്ട് മാക്സിമം കഴിക്കണം. ഇപ്പോൾ എത്രയായി? ഇപ്പോൾ ഇന്നത്തെ ആകെ ചെയ്തേക്കണ വർക്കാണ് ഈ കാണുന്നത്. കണ്ടോ, ഫിറ്റ് ചെയ്ത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. ഇനി ഷോക്ക് അബ്സോർബർ വെക്കാനുണ്ട്, അത് ചെയ്താലും. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വർക്കിന് ഇപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. നമ്മൾ കഴിഞ്ഞ വർക്കിൽ സീറ്റ് വരെ ആക്കി വെച്ചിട്ടുണ്ട്. സീറ്റ് ചുമ്മാ വെച്ചിരിക്കുവാണ്. കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ സീറ്റ് പൊസിഷൻ വരുന്നത്. 2 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ്. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്റ്റിയറിംഗ് ചെയ്യാനുണ്ട്. പിന്നെ ഒരു സ്റ്റിയറിംഗ് ചെയ്യണം നമുക്ക്. പറ്റിയാൽ ഒരു സ്റ്റിയറിംഗ് ചെയ്യണം. പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ ബാക്കിൽ ആക്സിൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആക്സിൽ ചെയ്യണത് കാണിച്ചു. ആക്സിലും ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ക്രോസ് ചെയ്യണം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് ചെയ്യാനുണ്ട്.
അപ്പൊ ഇന്ന് ബാക്കിലെ സംഭവം മുതൽ ചെയ്ത് തുടങ്ങാം. എന്നിട്ട് നമുക്ക് സ്റ്റിയറിംഗ് സമയം ഉണ്ടെങ്കിൽ ഇന്ന് സ്റ്റിയറിംഗ് ചെയ്ത് തീർക്കാം. ഇത് ഷോക്കിന്റെ താഴത്തെ ടീമാണ്. ഇത് കഴിഞ്ഞ് മേളിലൊരു സപ്പോർട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ ഒരു ക്ലാം കൂടെ ഉണ്ടാക്കണം. ഇത് കയറാനായിട്ട് ക്ലാം ഉണ്ടാക്കണം. ഇതിങ്ങനെ ഓക്കെ. നമുക്ക് റാപ്പ് മ്യൂസിക് തുടങ്ങാലോ. പഴംപൊരി വെള്ളം ഒഴിക്കാം. പാടിച്ചോണ്ട് പാട്. വെണ്ണിലവേ വെണ്ണിലവേ പിണ്ണை தாண்டி வருவாய விளையாட ஜோடித்தே. இந்த பூலோகத்தில் யாரும் பார்க்கும் முன்னை ഓക്കെ. അപ്പൊ നമ്മൾ 2 ഷോക്ക് അബ്സോർവർ അതിവിജയകരമായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഓക്കെ, ആ സൈഡ് ഓക്കെ, ഓക്കെ, ഈ സൈഡ് ഓക്കെ, സൈഡ് ഓക്കെ. അപ്പൊ 2 എണ്ണം ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പാർട്ടിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് വീഡിയോ തുടങ്ങാൻ പോവാണ്. വീഡിയോ അല്ല, പണി തുടങ്ങാൻ പോവാ. രാവിലെ ഇറങ്ങാൻ പോവാ. അപ്പൊ നമ്മള് സ്റ്റിയറിംഗ് മുതൽ അങ്ങ് തുടങ്ങിയേക്കാന്ന് വെച്ചു. ഓക്കെ, വർക്കിലോട്ട് കിടക്കാം. മിനി കൂപ്പറിന്റെ ഈ അടിയിലത്തേക്ക് ഇത്ര ഒരു ഭാഗം നമുക്കൊരു സ്കർട്ട് പോലെ പണിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഏകദേശം ഒരു 15 സെന്റിമീറ്ററിന്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഈ ബമ്പർ പോലെ അതിൽ പണിയാനാണ്. ഓക്കെ, അപ്പം ഏകദേശം 12 സെന്റിമീറ്ററിന്റെ 75 സെന്റിമീറ്ററിന്റെ ഒരു പീസ് മുറിച്ചെടുക്കണം. അതിന് ഷീറ്റൊക്കെ മഴ നനഞ്ഞ് മൊത്തം അലമ്പായി കിടക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ പണി മൂലം അങ്ങോട്ട് ചെയ്തേക്കാം. ഓക്കെ, ചെയ്താലോ. എന്റെ പൊന്നടാവേ, മഴ പെയ്തു കഴിഞ്ഞുള്ള അവസ്ഥ ഇതാണ്. മൊത്തം അലമ്പായി കിടക്കുക. ഓക്കെ, അപ്പൊ നമ്മള് പീസ് കട്ട് ചെയ്ത് വെച്ച് ഇനി നമുക്ക് ഇവനൊന്ന് വെച്ച് വെൽഡ് ചെയ്യാനുണ്ട്. ഇതൊന്ന് ഏകദേശം ഈ ഒരു ഹൈറ്റിൽ വെച്ച് വെൽഡ് ചെയ്യണം. വെൽഡ് ചെയ്താലോ. ഓക്കെ, ഓക്കെ, സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലിപ്പ് കൊടുക്കണം. അവിടെ കൊടുത്താൽ ഫ്രണ്ട് ഓക്കെ. ഓക്കെ, നമുക്കിനി ഈ സൈഡിൽ ഇതിങ്ങനെ ഒരു പീസ് വെച്ച് കൊടുക്കാനുണ്ട്. ചെറിയ ലിപ്പ് പോലെ ഇതിൻ്റെ ബാക്കിയായിട്ട്. അത് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഏകദേശം എന്താ ഇതുപോലെ ഇരിക്കും. ഏകദേശം ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇനി ഇവിടെ വെൽഡ് ചെയ്യണം. ഇവിടെ പീസും കൂടെ വെച്ച് കഴിഞ്ഞാൽ പൊളി പൊളി. ഓക്കെ, അപ്പൊ നമ്മള് 2 സൈഡും ചെയ്ത് കേട്ടാ. ഈ സൈഡ് ഓക്കെ, ഈ സൈഡ് ഓക്കെ. ഓക്കെ, സംഭവം പവറായി.
ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മിനി കൂപ്പറിന്റെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പാർട്ടിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ഇനിയിപ്പോ ഒരുപാട് വർക്കുകളുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, ഈ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് കുറെ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് മേടിച്ചിട്ടുണ്ട്, ടൈൽ ലൈറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ അതിന് മുമ്പ് തന്നെ കുറച്ച് ഡിസ്ക് ബ്രേക്കും മോട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാനുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളുടെയൊക്കെ വർക്ക് പെൻഡിങ് ആണ്. ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ എന്താ പറയാ, വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഉടനെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.